എന്നെ അനുഗ്രഹിക്കണം. സംവിധായകൻ, 2 മരുമക്കൾ. നെപ്പോക്കിഡ്സ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നെപ്പോ കസിനാ. ഞാൻ ആരുമല്ല. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. ഇവൻ നെപ്പോ കിഡ്, ഇതെന്റെ നെപ്പോ അങ്കിൾ. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടാക്കുന്നു. അതായത് മലബാറിലെ മാമൻ കല്യാണം ആലോചിച്ച് പോവാത്ത ഒരു തരി അതെ, ഒരു പെണ്ണും ആ ജനറേഷന്റെ. മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? ഞാൻ 122 പെണ്ണ് കണ്ടത് രാകേഷിനോട് പറയരുത്, വിനീതിനോട് പറയരുത്. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. മാമി കുറച്ചു കാലം കല്യാണം കഴിച്ച ശേഷം ഇവരുടെ വീട്ടിലാണ് കുറച്ചു കാലം താമസിച്ചത്. അപ്പൊ നമ്മളെ ധ്യാനം ഉണ്ടല്ലോ അവിടെ, നമ്മളെ ധ്യാൻ ചെറുതാ. ധ്യാനം എന്താ വെച്ചാൽ ഈ ലെറ്റേഴ്സ് എല്ലാം എടുത്തിട്ട് സ്കൂളിൽ കൊണ്ടുപോകും. സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇവന്റെ ക്ലാസ് റൂമുകളിലെല്ലാം പ്രചരിപ്പിക്കുക. അതായത് റാണിജി എന്ന് പറയുന്ന ഇവർ പഠിച്ച സ്കൂളുകളിൽ ഒരു മാമൻ മാമിക്ക് എഴുതിയ പ്രണയലേഖനം എന്ന് പറഞ്ഞ് ഇവൻ പ്രചരിപ്പിക്കുക. കൊല്ലാതിരിക്കാൻ പറ്റുമോ? അതല്ലേ, ഇവന്റെ മൂത്രം കുടിച്ചിട്ടുണ്ട് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. കുറെ വർഷങ്ങൾ മുമ്പാണ്. അപ്പൊ ഇവനും ദിവ്യയും പ്രണയത്തിലൊക്കെ ആയ സമയത്ത് അപ്പൊ ദിവ്യ ചിലപ്പോ ഷോളിട്ട് വന്നിട്ടില്ലെങ്കിൽ ദിവ്യക്കുട്ടി ഷോൾ എവിടെ ചോദിക്കുന്ന ആളാണ്. അതിഥികൾക്ക് ശേഷം വന്ന ഗ്യാപ്പ് എന്താ എനിക്കൊന്ന് പറയാനുണ്ട്. അപ്പൊ ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതായത് മാമന് സത്യം പറഞ്ഞാല് സിനിമയെക്കാളും പ്രധാനം ഒരു സംഭവം ഉണ്ട് ലോകത്ത്, മത്തി. വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം. ഓസ്കാർ മേടിക്കാൻ മാമൻ പോകുമ്പോഴാണെന്നിരിക്കുക, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കാന്നിരിക്കുക. അത് അവിടെ അവിടെ ഇറങ്ങി മത്തി ഉണ്ടാക്കി കഴിച്ചിട്ടേ ഓസ്കാർ മേടിക്കാൻ പോകുള്ളൂ. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.